കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണ് ഒരാൾ മരിച്ചിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. സാലി ചേരുന്നു. സാലി, എന്താണ് വിശദാംശങ്ങൾ? ഒരാൾ മരിച്ചു എന്ന ഔദ്യോഗികമായി ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ മരിച്ചു എന്ന വിവരം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ബീഹാർ സ്വദേശിയായ ഉത്തം എന്നയാളാണ്, ഒരു യുവാവ് ആണ് മരിച്ചിരിക്കുന്നത്. 4 പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. മൊത്തം 5 പേരുണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പൊ അതിനർത്ഥം ഈ മൊത്തം ഇതിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതക്കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഉദ്യോഗസ്ഥർ ആദ്യം സൂചിപ്പിച്ച് 4 പേരുണ്ടായിരുന്നു, 4 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതിന് ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്നവർ നേരെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളിലൊക്കെയായി ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഒരു വർധനമുണ്ടായിരിക്കും. 4-5 പേർ പരിക്കേറ്റവരുണ്ട്. പക്ഷേ അവരുടെ ഒന്നും അങ്ങനെ പരിക്ക് അതീവ ഗുരുതരമൊന്നുമല്ല. ആശുപത്രിയിൽ കഴിയുന്ന ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ മരിച്ചു, ഒരാളുടെ നില ഗുരുതരം. ആകെ ഇനി 4 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്, 4 പേർ കൂടി ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഇതിന്റെ ഒരു ഘടന ഇങ്ങനെയാണ്. സ്മാർട്ട് സിറ്റിയിൽ ഒരു രണ്ട് IT സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നതാണ്. 2 ടിൻ ടവറുകൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. അതിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് പെയിന്റിംഗ് ജോലികൾക്കും മറ്റുമായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ, ഇരുമ്പിന്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇരുമ്പിന്റെ തട്ട്. ആ ഇരുമ്പിന്റെ തട്ട് ഏറ്റവും താഴെയുള്ള പൈപ്പ് മുകളിൽ നിന്നുള്ള മർദ്ദവും ഒക്കെ കാരണം വളഞ്ഞ് ഒടിഞ്ഞ് താഴേക്കും പതിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ബേസ് തകർന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. അങ്ങനെ അത് തകർന്നു വീഴുകയും ആ പൈപ്പിന്റെ ഈ പെയിന്റിംഗ് തട്ടിന്റെ പല സ്ഥലങ്ങളിലായി പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നിർവഹിച്ചുകൊണ്ടിരുന്ന മുകളിലും പല തട്ടുകളിലും ജീവനക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഈ തട്ടിനൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ നിർമ്മാണത്തിന് ഒരു ശ്രദ്ധക്കുറവുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയും ഉയരത്തിൽ 24 നിലയുള്ള ഒരു കെട്ടിടമാണ്. അതിന്റെ മുൻഭാഗത്ത് ഒരു 3-4 നില ഉയരത്തിൽ വരുന്ന ഒരു തട്ടാണിത്. ആ തട്ട് താങ്ങാൻ ആവശ്യമായ ബേസ്മെന്റ് ഇതിനുണ്ടായിരുന്നോ എന്ന് പരിശോധന നടത്താതെയാവണം ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉദാസീനതയും ശ്രദ്ധക്കുറവുമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും ഉയരത്തിലൊരു തട്ടിടുമ്പോൾ ആ തട്ടിന്റെ ഏറ്റവും അടിയിലത്തെ പൈപ്പിന് ശരിക്കും ശാസ്ത്രീയമായി നിർവചിക്കപ്പെടുന്ന തരത്തിലുള്ള ബലവും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അത് ഉണ്ടായില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ട് കൂടിയാവണം അത്തരം ഉയരത്തിൽ ഒരു തട്ട് അടിത്തട്ട് തകർന്ന് ഈ സ്റ്റാൻഡ് ഫ്രെയിം, ഇരുമ്പിന്റെ ഫ്രെയിം താഴേക്ക് പതിക്കാൻ ഇടയാക്കിയതും ഒരാളുടെ മരണത്തിൽ കലാശിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് കാര്യമെത്തിയതും. ഏതായാലും കുറച്ച് നാളുകളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ഭംഗിയായി പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് അന്തിമ മിനുക്ക് പണികളുടെ ഭാഗമായി പെയിന്റിങ്, മുൻവശത്ത് ഗ്ലാസ് ഫ്രെയിം സ്ഥാപിക്കുക തുടങ്ങിയ നിർമ്മാണ ജോലികളെല്ലാം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. അതിൽ പെയിന്റിങ്ങിനായി ഒരു ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന തട്ടാണ് ഈ തകർന്നു വീഴിരിക്കുന്നത്. അത് ഇരുമ്പ് പൈപ്പുകൾ പരസ്പരം കൂട്ടിയൊഴിപ്പിച്ച് ബോൾട്ട് ചെയ്ത് നിർമ്മിച്ചിരുന്ന ഒരു തട്ടാണ്. ആ തട്ടാണ് താഴേക്ക് പതിച്ച് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത്. 5 പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന വിവരം ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയും. അതിലൊരാൾ മരിച്ചു, ഒരാളുടെ നില ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബാക്കി 3 പേർ ആശുപത്രിയിലുണ്ട്. അങ്ങനെ ആകെ 4 പേർ ആശുപത്രിയിലുണ്ട്. അതിലൊരാളുടെ നില ഗുരുതരം. ഒരാൾ മരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മരിച്ചു തന്നെയാണ് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നിപ്പോൾ പറയാൻ കഴിയും. കാരണം രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോടൊപ്പം പറഞ്ഞിരുന്നു ഇയാൾക്ക് ജീവനുണ്ട് എന്ന് തോന്നുന്നില്ല, എങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് ഔദ്യോഗികമായ അവർ കാര്യം എന്താണ് സ്ഥിരീകരിക്കട്ടെ എന്ന് സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ നിന്നുള്ള വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത്. അല്പം മുമ്പ് ഒരു മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ബീഹാർ സ്വദേശിയായ ഉത്തം ആണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നിർമ്മാണത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, ബീഹാർ സ്വദേശി, ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു.
സാലി, ഇത് സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി അധികൃതരുടെ എന്തെങ്കിലും വിശദീകരണമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ എന്തെങ്കിലും വിശദീകരണമോ വന്നിട്ടുണ്ടോ? അതായത് ഇത് സ്മാർട്ട് സിറ്റിക്കകത്ത് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ സ്മാർട്ട് സിറ്റി അധികൃതരുടേതല്ല നിർമ്മാണ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതിനുള്ളിൽ വിവിധ സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ അടുത്തിടെ ഉദ്ഘാടനത്തിന് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഒരു ബഹുനില മന്ദിരം, 2 ബഹുനില മന്ദിരങ്ങൾ അടുത്തടുത്ത് ആ സ്ഥാപനം നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഒന്നിന്റെ മുൻഭാഗത്താണ് ദുരന്തം. അതുകൊണ്ട് സ്മാർട്ട് സിറ്റിയിലേക്ക് തന്നെ തിരിച്ചെത്താം. കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്.